ഉത്തർപ്രദേശിലെ പല ജില്ലകളിലും അനധികൃതമായി താമസിക്കുന്ന ആയിരക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളുമുണ്ട്. ഇവർക്കൊക്കെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അനധികൃതമായി ആധാർ കാർഡ് എടുത്തുകൊടുത്ത് അവരെ സ്ഥിരതാമസമാക്കിയതായി പോലീസ് കണ്ടെത്തി. വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസറായ ദിഗ്വിജയ് സിംഗ് യാദവിനെയും ജൻ സുവിധാ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ മുഹമ്മദ് സീഷാൻ, പിതാവ് റിയാസ്, സഹോദരൻ സുഹൈൽ എന്നിവരെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ നിയമവിരുദ്ധമായി താമസിപ്പിക്കാൻ യുപിയിലെ പല ജില്ലകളിലും വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. റായ്ബറേലിയിലെ പലാഹി ഗ്രാമത്തിൽ ആകെയുള്ള 4500 മുസ്ലിങ്ങളിൽ 819 മുസ്ലിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഇവർ വ്യാജമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു ഗ്രാമമായ നൂറുദ്ദീൻപൂരിൽ 8000-ഓളം ജനസംഖ്യയുണ്ട്. എന്നാൽ ഏകദേശം 12000 പേരുടെ ജനന സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശി യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പട്ടികയിൽ പലരുടെയും മതം ഹിന്ദുവായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശികൾക്ക് പൗരത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനു പിന്നിൽ വിദേശ ഫണ്ടുമുണ്ട്. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രശ്നത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സംഘടനയായ ISI ആണെന്ന് ഉത്തർപ്രദേശിലെ സലൂണിൽ നിന്നുള്ള MLA ആയ അശോക് കുമാർ ആരോപിച്ചിട്ടുണ്ട്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അംഗത്തെ കേരളത്തിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവം NIAയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സീഷാൻ എന്നയാളിൽ നിന്നും കണ്ടെത്തിയ രേഖകളെല്ലാം റായ്ബറേലിയിലെ പലാഹി ഗ്രാമത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇയാളുടെ പബ്ലിക് കൺവീനിയൻസ് സെന്ററിൽ നിന്നാണ് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറിയ മുസ്ലിങ്ങൾക്കും റോഹിംഗ്യകൾക്കും ജനന സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡുകളും നൽകിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്.